ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയിൽ നിന്ന് ശ്രീലങ്കയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ SISന് ഒരു സന്ദേശം പോകുന്നു. സന്ദേശത്തിൽ പറയുന്നത്, സൂക്ഷിക്കണം, നിങ്ങളുടെ രാജ്യത്ത് ഗുരുതരമായ ചില ആക്രമണങ്ങൾ നടക്കാൻ പോകുന്നു. അത് കരുതിയിരുന്നില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകും. SISന് മെസ്സേജ് പോയത് വാട്സപ്പ് വഴിയാണ്. അതിനുശേഷം 16 ദിവസം കഴിഞ്ഞ് 4:12 റോയിൽ നിന്ന് അടുത്ത മെസ്സേജ് ശ്രീലങ്കയ്ക്ക് വീണ്ടും പോകുന്നു. ശ്രീലങ്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ തലവനായ നിളന്ത ജയവർദ്ധനയ്ക്ക് പോകുന്നു. നിങ്ങളുടെ രാജ്യത്തെ 8 കേന്ദ്രങ്ങളിൽ ചാവേർ ആക്രമണങ്ങൾ ഉണ്ടാവും. പ്രധാനമായും ഈ ആക്രമണങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ക്രിസ്ത്യൻ പള്ളികൾ, അതോടൊപ്പം ഇന്ത്യൻ എംബസി തുടങ്ങിയ സ്ഥലങ്ങളാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ നാട്ടിൽ ഏപ്രിൽ 16 ഒരു സ്ഫോടനമുണ്ടായി. അത് പാലമുനെ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു ബൈക്കാണ് പൊട്ടിത്തെറിച്ചത്. അത് ഇപ്പോൾ നടക്കാൻ പോകുന്ന സ്ഫോടനങ്ങളുടെ ട്രയലായിരുന്നു. എന്നാൽ ശ്രീലങ്ക അത് ഗൗനിച്ചില്ല. ഫലം എന്താണെന്നറിയോ? 270 പേർ കൊല്ലപ്പെടുന്ന 8 സ്ഫോടന പരമ്പരകൾ ശ്രീലങ്കയിലുണ്ടായി. ശ്രീലങ്കയിലെ കൊളംബോയിലെ ഹോട്ടലുകൾ, പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, സെന്റ് അന്തോണീസ് ചർച്ച്, ബാട്ടിക്കോലയിലെ സിയോൺ ചർച്ച്, നെഗോംബോയിലെ സെന്റ് സ്റ്റീഫൻസ് ചർച്ച്, എല്ലായിടത്തും ഈസ്റ്റർ ഞായറാഴ്ചയുടെ കുർബാന നടക്കുകയായിരുന്നു. അവിടെ ചാവേറുകൾ പൊട്ടിത്തെറിച്ചു. അങ്ങനെ 270 പേർ കൊല്ലപ്പെട്ടു. ഈ സംഭവം നടക്കുന്നത് 2019 2019 വളരെ കൃത്യമായി ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം മനസ്സിലാക്കിയ ഈ കാര്യങ്ങൾ ശ്രീലങ്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് SISന് അതിൻ്റെ തലവനായ നിളന്ത ജയവർദ്ധനയ്ക്ക് വാട്സപ്പ് വഴി, കത്ത് വഴി കൊടുത്തു. സംഭവം നടക്കുന്നതിന് തൊട്ടു മുമ്പ് കൃത്യമായി ടാർഗറ്റുകൾ വരെ പറഞ്ഞു കൊടുത്തു. എന്നിട്ടും ശ്രീലങ്ക അനങ്ങിയില്ല എന്ന് മാത്രമല്ല, ശ്രീലങ്കയുടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അവർ പോലും അറിഞ്ഞില്ല. ശ്രീലങ്കയുടെ പ്രസിഡന്റ് അന്ന് സിരിസേനയാണ്, പ്രധാനമന്ത്രി വിക്രമസിംഗയാണ്. അങ്ങനെ ഇന്ത്യ കൃത്യമായി കൊടുത്ത വിവരങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നത് കൊണ്ടാണ് നാഷണൽ തൗഹീദ് ജമായത്ത് എന്ന് പറയുന്ന NTJ എന്ന് പറയുന്ന ശ്രീലങ്കയിലെ ഇസ്ലാമിക ജിഹാദി സംഘടന ചാവേർ ബോംബാക്രമണങ്ങൾ നടത്തി ശ്രീലങ്കയിലെ ക്രൈസ്തവരെ ആക്രമിച്ചത്. കേരളത്തിലുള്ള ചില ആളുകൾക്ക് അതിന് ലിങ്ക് ഉണ്ടായിരുന്നു. നോക്കൂ, നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ടേ. മറ്റൊരു രാജ്യമാണ്, മറ്റൊരു രാജ്യത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി ഇന്ത്യ അറിഞ്ഞു. ഇന്ത്യൻ ഏജൻസി റോ എന്ന് പറയുന്ന നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം ലോകത്തിലെ ഏറ്റവും മികച്ച ഏജൻസികൾ ഒന്നാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ സംഭവം. എങ്ങനെയാണ് റോ ഇതറിഞ്ഞത്? ഇതാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയണം. നിങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ച് കാണത്തില്ല, ഒരു വാർത്തയുണ്ട്. അതായത് ശ്രീലങ്കയിലെ 2 പ്രധാനപ്പെട്ട ആളുകൾക്ക്, പുജിത് ജയസുന്ദര, രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന പുജിത് ജയസുന്ദര, പ്രതിരോധ സെക്രട്ടറി ഹേമസിരി ഫെർണാണ്ടോ, ഇവരെ 2 പേരെയും വധശിക്ഷയ്ക്ക് വിധിച്ചു ശ്രീലങ്കയിലെ കോടതി. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, വളരെ കൃത്യമായി ഈ സ്ഫോടനങ്ങൾക്ക് ശേഷം ശ്രീലങ്കയിലെ പാർലമെൻ്ററി കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ്, ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം ശ്രീലങ്കയ്ക്ക് ഇൻ്റൽ നൽകിയിരുന്നു എന്നും, എന്നാൽ അത് ഗൗരവത്തിലെടുക്കാതിരുന്നത് കൊണ്ടുമാണ് ഈ ആക്രമണങ്ങൾ നടന്നത് എന്ന് വ്യക്തമായി. അതേ തുടർന്ന് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ കണ്ടെത്തുകയും അവർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കാൻ ഉത്തരവിടുകയും ചെയ്തു. അതേ തുടർന്ന് കോടതി വിചാരണ നടത്തിയാണ് പുജിത് ജയസുന്ദരയെയും ഹേമസിരി ഫെർണാണ്ടോയെയും വധശിക്ഷയ്ക്ക് വിധിക്കാൻ തീരുമാനിച്ചത്. ഒരുപക്ഷെ രഹസ്യാന്വേഷണ വിവരം ലഭിച്ചതനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നതിനെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ലോകത്തിലെ ആദ്യത്തെ ബ്യൂറോക്രാറ്റുകളായിരിക്കാം ഇവർ. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ വന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ ഇവർ 2 പേരെയും, പുജിത് ജയസുന്ദരയും ഹേമസിരി ഫെർണാണ്ടോയും വധശിക്ഷയ്ക്ക് ശ്രീലങ്കൻ കോടതി വിധിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ ജിഹാദികൾ ചില പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്. കണ്ടില്ലേ, ഒരുത്തൻ ശ്രീലങ്കക്കാരൻ, ഒരുത്തൻ അവിടുത്തെ ക്രിസംഗി ഹേമസിരി
ഫെർണാണ്ടോ അവിടുത്തെ ക്രിസംഗിയാണ്, അവരാണ് ചെയ്തത്. എന്നിട്ട് പാവപ്പെട്ട മുസ്ലിമിൻ്റെ തലയിൽ വെച്ചു, മുസ്ലിം ഭീകരന്മാരാണെന്ന് പറഞ്ഞു എന്നുള്ള നറേറ്റീവ് ഉണ്ടാക്കുന്നുണ്ട്. ബോംബ് വെച്ചവൻ ചാവേറായിട്ട് വന്നവൻ പൊട്ടിത്തെറിച്ച് ചത്തു. ഇവർ വരുത്തിയ വീഴ്ച ഇന്ത്യ കൊടുത്ത വിവരങ്ങൾക്കനുസരിച്ച് അത് പ്രതിരോധിക്കാൻ നടപടിയെടുത്തില്ല. അതിനാണ്. പക്ഷെ അതുകൊണ്ട് ജിഹാദികളല്ലാതാവുന്നില്ല. നമുക്കിനി പരിശോധിക്കേണ്ടത് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് എങ്ങനെയാണ് ഈ വിവരങ്ങൾ കിട്ടിയത് എന്നതിലേക്കാണ്. 2018 തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ വളരെ പെട്ടെന്ന് NIA ഒരു റെയ്ഡ് നടക്കുന്നു. 7 IS പ്രവർത്തകർ പിടിയിലായി. അവരുടെ ഡിജിറ്റൽ തെളിവുകൾ മൊബൈലൊക്കെ പരിശോധിച്ചപ്പോൾ അവർ ശ്രീലങ്കയിലെ തീവ്രവാദി സംഘടനയായ നാഷണൽ തൗഹീദ് ജമായത്തുമായി NTJയുമായി ബന്ധമുള്ളവരാണെന്ന് കണ്ടെത്തി എന്ന് മാത്രമല്ല, ശ്രീലങ്കക്കാരനായ സഹ്റാൻ ഹാഷിം എന്ന് പറയുന്ന ഒരാളാണ് കോയമ്പത്തൂർ സ്ഫോടനങ്ങളുടെ സൂത്രധാരൻ എന്ന് കണ്ടെത്തി. ഈ സഹ്റാൻ ഹാഷിം ഒന്നാം തരം ജിഹാദിയാണ്, മുസ്ലിമാണ്, പേര് കേട്ടാലേ അറിയാം. ഇയാൾ കോയമ്പത്തൂരിൽ നിന്ന് പിടികൂടിയ IS തീവ്രവാദികളുമായി നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് ശ്രീലങ്കയും ഇന്ത്യയും എങ്ങനെ ഇസ്ലാമിക രാജ്യമാക്കാം, അതിനുവേണ്ടി കാഫിറുകളെ പരമാവധി കൊല്ലുക, ഇന്ത്യൻ പ്രതിരോധ സേനയെ തകർക്കുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഡിജിറ്റൽ എവിഡൻസുകൾ കിട്ടിയത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ശ്രീലങ്കക്കാരനായ ആദിൽ അമീസ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിലേക്ക് അന്വേഷണം എത്തി. ആദിൽ അമീർ എഞ്ചിനീയറാണ്. ഇയാളാണ് ബോംബുണ്ടാക്കാനുള്ള പരിശീലനങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്തു. ബോംബ് വിദഗ്ധനാണ്. ഓർക്കുന്നില്ലേ, മോഹൻലാൽ നായകനായിട്ട് അഭിനയിച്ച ബാബ കല്യാണി എന്ന ഷാജി കൈലാസ് ചിത്രം? അതിനകത്ത് ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രമുണ്ട്. എഞ്ചിനീയറാണ്. അഭ്യസ്ത വിദ്യർ ഭീകരന്മാരാവില്ല എന്ന് പറയുന്ന ഒരു നറേറ്റീവ് ഉണ്ടായിരുന്നു. ആ സിനിമയിൽ ഇങ്ങനെ കഥാപാത്രം വന്നപ്പോൾ എഞ്ചിനീയറൊക്കെ പഠിക്കാൻ പോയവർ ഭീകരന്മാരായിട്ട് മാറുമോ എന്നൊക്കെ ചോദിച്ചു. കാശ്മീരിൽ പൊട്ടിത്തെറിച്ച് കൊന്നത്, ഡൽഹിയിൽ സ്ഫോടനം നടത്തിയത് ഡോക്ടർമാരായിരുന്നു. ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആവണക്കിൻ്റെ കുരുവിൽ നിന്നെടുക്കുന്ന റൈസിൻ എന്നുള്ള വിഷവുമായി പിടിയിലായത് ചൈനയിൽ നിന്ന് MBBS പഠിച്ച ഒരു കാക്കാനായിരുന്നു. ഇതൊക്കെ നമ്മൾ മറന്നിട്ടില്ല. ആദിൽ അമീസ് എന്ന് പറയുന്ന ഇയാൾ ബോംബുണ്ടാക്കാനുള്ള പരിശീലനം നടത്തുന്നു എന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയത്. ഇത്രയും വിവരങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം ശ്രീലങ്കയ്ക്ക് കൃത്യമായ അറിയിപ്പ് കൊടുത്തു. സഹ്റാൻ ഹാഷിമും ആദിൽ അമീസും ഉൾപ്പെടുന്ന സംഘം കൃത്യമായി സ്ഫോടന പദ്ധതികൾ തയ്യാറാക്കുന്നു. അവരുടെ ലക്ഷ്യം ഇത്തവണ ക്രൈസ്തവരാണ്. ക്രൈസ്തവരുടെ ആരാധനാലയങ്ങൾ തകർക്കുക, വലിയ തോതിൽ ക്രിസ്ത്യാനികളെ കൊല്ലുക എന്നുള്ള അജണ്ടയുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായി നമ്മുടെ റോ മനസ്സിലാക്കുകയും അത് ഇന്ത്യ അല്ല ഇവരുടെ ടാർഗറ്റ്, ശ്രീലങ്കയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് ശ്രീലങ്കയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ ഈ അറിയിപ്പുകൾ കൊടുക്കുന്നത്. എന്നാൽ ശ്രീലങ്ക അത് ഗൗനിച്ചില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഈഗോയുടെ പ്രശ്നമായിരിക്കാം. എന്തുകൊണ്ടാണെന്നറിയില്ല. ഇൻ്റലിജൻസ് മേധാവി SISൻ്റെ മേധാവിയായ നിളന്ത ജയവർദ്ധനയ്ക്ക് ഇന്ത്യ ആദ്യം അദ്ദേഹത്തിൻ്റെ വാട്സാപ്പിലാണ് മെസ്സേജ് കൊടുത്തത്. ഏപ്രിൽ 4 വാട്സപ്പ് സന്ദേശം അയച്ചു. അതിനുശേഷം രേഖാമൂലം അയച്ചു. അതിനുശേഷം 14 കൃത്യമായി സമയം പോലും വ്യക്തമാക്കിയിട്ടാണ് ഇതിൻ്റെ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. കൃത്യം 4:12 8 സ്ഥലങ്ങളിലാണ് ബോംബ് വെക്കാൻ പോകുന്നത്, ചാവേറുകൾ അവിടേക്കാണ് വരാൻ പോകുന്നത്, നിങ്ങൾ പ്രതിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രീലങ്ക അനങ്ങിയില്ല എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനൊരു സംഭവം ശ്രീലങ്കയിലും നടന്നോട്ടെ എന്ന് കരുതിയതാണോ? അതോ ഇന്ത്യക്കാരങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളെ സഹായിക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി അറിയാം, ഞങ്ങളും ഈ പണിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഈഗോയാണോ എന്നും അറിയില്ല. ഏതായാലും ലോകത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മറ്റൊരു രാജ്യം കൊടുത്ത ഇൻ്റൽ ഇൻപുട്സ് അനുസരിച്ച് പ്രവർത്തിക്കാതെ രാജ്യത്ത് വലിയ ട്രാജഡി ഉണ്ടായതിൻ്റെ ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥരിൽ ചുമത്തി 2 പേർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു എന്ന വാർത്ത ഒരു ചരിത്രമാണ്, ഒരു നാഴികക്കല്ലാണ്. ആർക്കും അങ്ങനെ ഒഴിയാൻ പറ്റില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഇതിൻ്റെ മികവെന്ന് പറയുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോ എത്ര കൃത്യമായി, എത്ര ടാർഗറ്റഡായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ റോയ്ക്ക് കഴിയുന്നുണ്ട്. നേരത്തെ CIA അല്ലെങ്കിൽ മൊസാദ് എന്നൊക്കെ മാത്രം പറയുന്നത് പോലെയുള്ള, അല്ലെങ്കിൽ പണ്ട് നമ്മൾ KGB എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ലോകത്ത് എവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളും കൃത്യമായി അറിയാനുള്ള കണ്ണും കാതുമുള്ള ഏജൻസിയാണ് റോ എന്നൊരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഈ ശ്രീലങ്കൻ ട്രാജഡി എന്ന് പറയുമ്പോൾ. നമുക്ക് മരിച്ചവരെ കുറിച്ച് ഓർക്കുമ്പോൾ വേദനയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഒരു നേട്ടം,
നമ്മുടെ ഏജൻസിയുടെ കഴിവ് പറയുമ്പോൾ നമുക്ക് അഭിമാനം തോന്നുന്നതാണ്. ഏതായാലും ഇത് പത്രത്തിലൊക്കെ ചെറിയ വാർത്തയുണ്ട് കേട്ടോ. അതായത് ഈ 2 പേരെ അവിടെ വധശിക്ഷയ്ക്ക് വിധിച്ചു. പക്ഷേ ഇന്ത്യൻ ഏജൻസിയായ റോ കൊടുത്ത വിവരങ്ങൾ അവഗണിച്ചതുകൊണ്ടാണ് ഇസ്ലാമിക ഭീകരന്മാർക്ക് പള്ളികളിൽ സ്ഫോടനം നടത്തി ഈസ്റ്റർ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്ന പാവപ്പെട്ട ക്രൈസ്തവരെ കൊല്ലാൻ കഴിഞ്ഞത് എന്ന ഭാഗം നമ്മുടെ മാധ്യമങ്ങളൊന്നും ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ ഒരു നേട്ടം, നമ്മുടെ ഏജൻസി അത് ലോകത്തിലെ ഏറ്റവും മികവുറ്റ ഏജൻസികളിലൊന്നാണെന്ന് പറയാനുള്ള ചമ്മലും വൈക്ലഭ്യവും ഒക്കെ നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ടല്ലോ. കാരണം ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യാവിരുദ്ധരായ ആളുകളാണ് നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളിലെ ബഹുഭൂരിപക്ഷം എന്നത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഈ വാർത്തയുടെ റിപ്പോർട്ടിംഗ് രീതി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഏതായാലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാർഡുകളൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ സമീപകാലത്ത് ഇന്ത്യ ലൈവ് ചെയ്യുന്ന വീഡിയോകളിൽ പലതും നമ്മൾ ഇൻഫോഗ്രാഫിക്സ് ഒക്കെ ചെയ്തിട്ടാണ് അവതരിപ്പിക്കുന്നത്. കൂടുതൽ ഇൻറ്റൻസീവായിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. കൂടുതൽ ദൃശ്യപരതയുള്ള, കൂടുതൽ നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന വീഡിയോകളിലേക്ക് നമ്മൾ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തിനുള്ളിൽ കുറച്ചുകൂടെ നല്ല വിഷ്വൽ എഫക്റ്റുള്ള, വിഷ്വലി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വീഡിയോകൾ ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഏതായാലും ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ചെയ്യണേ.